അന്ന് രാത്രി വിഷ്ണുവിന് ഉറക്കം വന്നതേയില്ല. എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്. ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തൊരു സന്തോഷം ഹൃദയത്തിൽ നിറയുന്നത് അവനറിഞ്ഞു. വിഷ്ണു രാവിലെ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് വരുമ്പോൾ അഭി റെഡിയാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവനിപ്പോ വരും, മോനിരിക്കി, അമ്മ ചായ എടുക്കാം. അതും പറഞ്ഞ് അഭിയുടെ അമ്മ വിഷ്ണുവിന് ചായ എടുത്തു വെക്കാനായി ഡൈനിങ് ഹാളിലേക്ക് നടന്നു. മുത്തശ്ശി ഹാളിലെ സെറ്റിയിലിരിക്കുന്നുണ്ട്. അവൻ മുത്തശ്ശിക്കരികിലായി ചെന്നിരുന്നു. മുത്തശ്ശി, ഞാൻ നാട്ടിലേക്കൊന്ന് പോവാണ്. അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. മുത്തശ്ശിയുടെ അനുഗ്രഹം എനിക്ക് വേണം. എനിക്കെൻ്റെ സ്വന്തമെന്ന് പറയാൻ ഇപ്പോൾ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. അവൻ അതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ കാലിലൊന്ന് തൊട്ടു. മുത്തശ്ശി ഒരു പുഞ്ചിരിയോടെ അവൻ്റെ നെറുകയിൽ കൈ ചേർത്തു. അപ്പോഴേക്കും അഭിയുടെ അച്ഛനും അവിടേക്ക് വന്നിരുന്നു. നാട്ടിലേക്ക് പോവുകയാണല്ലേ? പോയിട്ട് വേഗം വരില്ലേ? അയാൾ ചോദിച്ചു. പെട്ടെന്ന് വരും, അവൻ നേർത്തൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ചായ എടുത്തു വെച്ചിട്ടുണ്ട്. അഭിയുടെ ഒരുക്കം കഴിഞ്ഞിട്ടുണ്ടാവില്ല. മോൻ അവനെ കാത്തു നിൽക്കണ്ട, വന്ന് ചായ കുടിക്കി. അമ്മ വിഷ്ണുവിനെ നോക്കി പറഞ്ഞതും അവനൊന്ന് തലയാട്ടി. അങ്കിൾ, എനിക്ക് അങ്കിളിനോട് ഒരു കാര്യം പറയാനുണ്ട്. വിഷ്ണു പതിയെ പറഞ്ഞു തുടങ്ങിയതും അയാൾ അവനെ ഒരു പുഞ്ചിരിയോടെ നോക്കി. ഒന്നും പറയണ്ട, അഭി എല്ലാം പറഞ്ഞു. ശ്രീ നല്ല കുട്ടിയാ. ആ കുട്ടിയുടെ വീട്ടുകാര് അതിനെ മനസ്സിലാക്കുന്നില്ലാലോ എന്നോർത്ത് സങ്കടമുണ്ട്. സാരമില്ല, എല്ലാം ശരിയാവും. അവരെതിർത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, ധൈര്യമായി അവളെ കൂട്ടി ഇങ്ങ് പോന്നോ. ഇപ്പോൾ ഇത് നിന്റെ കൂടി വീടാണ്. അയാൾ വിഷ്ണുവിൻ്റെ തോളിൽ തട്ടി ഒരു ചിരിയോടെ തന്നെ പറഞ്ഞു. അയാൾ അവസാനം പറഞ്ഞ വാചകം കേട്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. എന്നാൽ ഇവിടെ തൻ്റെ ആരുമല്ല, എന്നിട്ടും തൻ്റേതുകൂടിയാണെന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറയുന്നു. ചെന്ന് ചായ കുടിക്കി, അയാൾ അവൻ്റെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ശേഷം അകത്തേക്ക് നടന്നു. അപ്പോഴാണ് വിഷ്ണുവിന് ശ്വാസം നേരെ വീണത്. അതുവരെയും മനസ്സ് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഇവരുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെയൊക്കെ വിശാലമായ മനസ്സുകൊണ്ടാണ് തന്നെ ഇവിടുത്തെ ഒരു അംഗത്തെപ്പോലെ കാണുന്നത്. എങ്കിലും താൻ പുറത്തുനിന്ന് വന്നവനാണ്. അതിൻ്റെ കൂടെ താൻ അവളെ കൂടി കൂട്ടി ഇങ്ങോട്ട് വന്നാൽ ഇവരൊക്കെ അതെങ്ങനെ എടുക്കുമെന്നൊരു ആശങ്കയുണ്ടായിരുന്നു. ഇവിടെയല്ലെങ്കിൽ വേറൊരിടത്ത്. എന്തായാലും ശ്രീയെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല, അതവൻ ഉറപ്പിച്ചിരുന്നു. ആയൊരു ആശങ്കയാണ് ഇപ്പോൾ മാറിപ്പോയിരിക്കുന്നത്. അവന് വല്ലാത്ത ആശ്വാസം തോന്നി. അപ്പോഴാണ് അഭിയും അനുവും അവിടേക്ക് വരുന്നത്. ഒരുങ്ങി വന്ന അനുവിനെ കണ്ടപ്പോൾ തന്നെ അവളും വരുന്നുണ്ടെന്ന് വിഷ്ണുവിന് മനസ്സിലായി. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അഭിയെയും അനുവിനെയും നന്ദിയോടെ, എന്നാൽ അതിലേറെ സ്നേഹത്തോടെ അവൻ നോക്കി. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? അവൻ്റെ നോട്ടം കണ്ട് അഭി ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ചുമ്മാ. വിഷ്ണു അഭിയിൽ നിന്നും നോട്ടം മാറ്റി. നീയും വരുന്നുണ്ടോ? വിഷ്ണു വെറുതെ അവളോട് ചോദിച്ചു. പിന്നെ ഞാനല്ലേ ഇതിൻ്റെ ബ്രോക്കർ, അപ്പോൾ ഞാനില്ലാതെ ശരിയാവോ? അനു ഒരു ചിരിയോടെ പറഞ്ഞതും വിഷ്ണുവും അതേ ചിരിയോടെ തന്നെ തലയാട്ടി. ഒരുമിച്ചിരുന്ന് ചായ കുടിച്ച ശേഷമാണ് അവർ 3 പേരും വീട്ടിൽ നിന്നിറങ്ങിയത്. ഇറങ്ങാൻ നേരം വിഷ്ണു മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് ആ തോളിൽ തല ചേർത്തു. മുത്തശ്ശി അവൻ്റെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തു. എന്തോ വല്ലാത്തൊരു ആത്മബന്ധമാണ് അവർ ഇരുവരും തമ്മിൽ. ട്രെയിനിലാണ് അവർ പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ വരെ കാറിലാണ് അവർ ചെന്നത്. ട്രെയിനിലിരിക്കുമ്പോൾ മൊത്തം വിഷ്ണുവിൻ്റെ ചിന്തകൾ പലയിടത്തായി അലഞ്ഞു നടന്നു. ആ നാട്ടിലേക്കോ വീട്ടിലേക്കോ ഒരിക്കലും പോകില്ലെന്ന് ഉറപ്പിച്ചാണ് അവസാനമായി അവിടെ നിന്നും ഇറങ്ങിയത്. പെട്ടെന്ന് ഇങ്ങനെയൊരു പോക്ക് അവൻ ഒട്ടും പ്രതീക്ഷിച്ചതുമല്ല. എങ്കിലും അതൊന്നും അവനൊരു പ്രശ്നമായി തോന്നിയതേയില്ല. അഭിയുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവിടെയുള്ളവർ തന്നെ ഇത്രമാത്രം സ്നേഹിക്കുമെന്നോ താൻ അവിടെ സ്ഥിരമായി താമസിക്കുമെന്നോ അവൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എല്ലാത്തിനും കാരണം അഭിയാണ്. അവൻ അഭിയെ ഒന്ന് നോക്കി. അഭിയും അനുവും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അഭിയുടെ കയ്യിലൂടെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർന്നിരിക്കുന്ന അനുവിനെ കാണുമ്പോൾ വിഷ്ണുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ശ്രീയാണ്. അവളുടെ നിഷ്കളങ്കമായ അല്പം ചെറിയ കുഞ്ഞു മുഖം ഓർമ്മ വന്നതും അവൻ്റെ പുഞ്ചിരിയുടെ മാറ്റുകൂടി. ഇതുവരെയും അവളെ കാണുമ്പോൾ തനിക്ക് പ്രത്യേകിച്ച് യാതൊന്നും തോന്നിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ പോലും ഹൃദയം വല്ലാത്തൊരു അനുഭൂതിയാൽ നിറയുന്നതറിഞ്ഞ് അവന് വല്ലാത്ത അത്ഭുതം തോന്നി. ഇതാണോ പ്രണയം? അങ്ങനെയെങ്കിൽ ഒരു നോട്ടം കൊണ്ട് പോലും തന്നെ ബുദ്ധിമുട്ടിക്കാതെ അവൾ എങ്ങനെ അവളുടെ പ്രണയം ഇത്ര കാലം ഉള്ളിൽ ഒതുക്കിയെന്നോർത്ത് അവന് അതിശയം തോന്നി. ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവർ ട്രെയിനിൽ നിന്നും തന്നെ കഴിച്ചു. വൈകുന്നേരമാവാൻ നേരത്താണ് അവർ ട്രെയിൻ ഇറങ്ങിയത്. അവിടെ നിന്നും വീണ്ടും 1 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വന്നു അവളുടെ നാട്ടിലേക്ക്.
അവർ നേരെ ചെന്നത് ആ നാട്ടിലെ തന്നെ വിഷ്ണുവിൻ്റെ കൂട്ടുകാരൻ അമലിൻ്റെ വീട്ടിലേക്കാണ്. തലേന്ന് രാത്രി തന്നെ വിഷ്ണു അവനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ആ വീട്ടുമുറ്റത്ത് പോലും കാലുകുത്തുകയോ അവരുമായി ഇനിയൊരു ബന്ധം കൂടുകയോ ഇല്ലെന്ന് അവൻ ആദ്യമേ ഉറപ്പിച്ചിരുന്നു. അവിടെ വിഷ്ണുവിൻ്റെ ഫ്രണ്ടും അവൻ്റെ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിഷ്ണുവും അവൻ്റെ കൂടെ 2 പേരും ഉണ്ടെന്നറിഞ്ഞ് അമലിൻ്റെ അമ്മ അവർക്കു വേണ്ടി ഭക്ഷണമെല്ലാം വളരെ നന്നായി തന്നെ ഒരുക്കിയിരുന്നു. വിഷ്ണുവിനെ കണ്ട് അമലിൻ്റെ അമ്മ അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഒരേ നാട്ടുകാർ ആയതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം അവർക്കറിയാം. ചെറിയമ്മ അവന് ഒട്ടും സമാധാനം കൊടുക്കാത്ത ദിവസങ്ങളിൽ അമലിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു വിഷ്ണു ഭക്ഷണം കഴിച്ചിരുന്നത്. ചില ദിവസങ്ങളിൽ അന്തി ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരടുപ്പം അമലിൻ്റെ അമ്മയും വിഷ്ണുവും തമ്മിലുണ്ട്. അവൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമെല്ലാം അറിഞ്ഞ് അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അതിലുപരി വല്ലാത്ത ആശ്വാസവും. ശ്രീക്ക് പണ്ടേ വിഷ്ണുവിനെ ഇഷ്ടമായിരുന്നു എന്നതൊഴിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം വിഷ്ണു അവരോട് പറഞ്ഞിരുന്നു. അഖിലിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വഭാവം നന്നായി അറിയുന്നതുകൊണ്ട് തന്നെ അവർക്ക് ശ്രീയെക്കുറിച്ചോർക്കെ വല്ലാത്ത പാവം തോന്നി. അവളുടെ മുറിയിൽ നിന്നും അഖിലിനെ പിടിച്ചത് നാട്ടുകാരെല്ലാം കൂടി ചേർന്നായതുകൊണ്ട് ഇനി നല്ല ആലോചനകൾ വല്ലതും വരുമോ എന്നതും സംശയമാണ്. അതുകൊണ്ട് മോൻ അവളെ കെട്ടാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യമാണ്. ആ കുട്ടിയുടെ ഭാഗ്യമാണെന്ന് കൂടി അവർ പറയുമ്പോൾ വിഷ്ണു നിറഞ്ഞ മനസ്സോടെ ഒന്ന് പുഞ്ചിരിച്ചു. അവളെ ഭാഗ്യമല്ല, അവളെ കിട്ടിയാൽ അത് തൻ്റെ ഭാഗ്യമാണെന്ന് പറയാൻ അവന് തോന്നിയെങ്കിലും പിന്നീട് അതിൻ്റെ കാരണങ്ങൾ കൂടി പറയേണ്ടി വരുമെന്നതിനാൽ അവൻ പറഞ്ഞില്ല. ശ്രീയുടെ ഫ്രണ്ടാണ് അനു എന്നറിഞ്ഞതും 2 പേരുടെയും ഫ്രണ്ട്സ് ഒരിടത്താണെന്നത് അവർക്ക് അത്ഭുതമായിരുന്നു. അബിയെയും അനുവിനെയും അവർ വേണ്ട പോലെ തന്നെ സൽക്കരിച്ചു. ഒന്ന് ഫ്രഷായി ഭക്ഷണം കഴിച്ച ശേഷം അവർ ശ്രീയുടെ വീട്ടിലേക്കിറങ്ങി. എല്ലാവരും ഒരുമിച്ച് പോവേണ്ടെന്ന് കരുതി അമൽ അവരുടെ കൂടെ പോയില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ അമൽ പ്രത്യേകം പറഞ്ഞിരുന്നു. വിഷ്ണുവും അബിയും അനുവും ശ്രീയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ദൂരേക്ക് തന്നെ എന്തൊക്കെയോ സംസാരങ്ങൾ കേൾക്കാമായിരുന്നു. നിന്റെ മുറിയിൽ നിന്നും തന്നെയല്ലേ രാത്രിയിൽ അന്യനൊരുത്തനെ പിടിച്ചത്? അങ്ങനെയുള്ളപ്പോൾ നിന്നെ ഇനി ആരെങ്കിലും കെട്ടാൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? അവളുടെ അമ്മയുടെ ശബ്ദം ഉച്ചത്തിൽ കേൾക്കുന്നുണ്ട്. പറയടി, നിന്നെ ഇനി ആരെങ്കിലും കെട്ടാൻ വരുമോന്ന് അമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട്. എന്നെ ആരും കെട്ടാൻ വരണ്ട. കെട്ടിയില്ലേലും ഈ ലോകത്ത് ജീവിക്കാലോ. ഞാൻ അങ്ങനെ അങ്ങ് ഈ ജീവിതം ജീവിച്ചു തീർത്തോളാം. ശ്രീയുടെ ശബ്ദം കേട്ടതും അവരവിടേക്ക് ചെല്ലാതെ വഴിയിൽ തന്നെ നിന്നു. ഉമ്മറത്ത് നിന്നാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെടികൾക്കിടയിലൂടെ ഉമ്മറത്തേക്ക് അത്യാവശ്യം നല്ല വ്യക്തമായി തന്നെ കാണാം. അങ്ങനെ ജീവിക്കാമെന്ന് നീ കരുതണ്ട. മര്യാദയ്ക്ക് അവനെയും കെട്ടി ജീവിച്ചോ. ഒന്നുമില്ലേലും വീടിനടുത്തല്ലേ, ഞങ്ങളൊക്കെ അടുത്ത് തന്നെയില്ലേ. ഇത് മനുഷ്യൻ്റെ ഉള്ള സമാധാനവും കളയും. അമ്മ വീണ്ടും അവളോട് പറയുന്നുണ്ട്. എനിക്ക് അവനെ കെട്ടാൻ സമ്മതമല്ലെന്ന് പറഞ്ഞാൽ സമ്മതമല്ല. ഇനി ഞാനിവിടെ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ഞാൻ എങ്ങോട്ടേലും പൊയ്ക്കോളാം, അവൾ തറപ്പിച്ചു പറഞ്ഞു. പെട്ടെന്നാണ് അവളുടെ കവിളിൽ അച്ഛൻ്റെ കൈ പതിഞ്ഞത്. അടിയുടെ ഒച്ച കേട്ട് വിഷ്ണു കണ്ണൊന്ന് ഇറുക്കെ അടച്ചുപോയി. താനിപ്പോൾ കരഞ്ഞു പോകുമെന്ന് തോന്നിയതും അനു വാ പൊത്തിപ്പിടിച്ചു. നീ സമ്മതിക്കും, അവൻ തന്നെ നിന്നെ കെട്ടും. നിന്റെ അച്ഛനാണ് പറയുന്നത്. നിനക്കെന്നെ ശരിക്കും അറിയാലോ, അയാൾ അവൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇല്ല, അത് നിങ്ങളുടെ വെറും വ്യാമോഹം മാത്രമാണ്. അവൻ്റെ കൂടെ ചത്തു ജീവിക്കുന്നതിലും നല്ലത് ഇപ്പോൾ തന്നെ അങ്ങ് ചാവുന്നതാ, അവൾ അടിക്കിട്ടിയ കവിളിൽ കൈ ചേർത്തു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ അതായിരിക്കും ഇതിലും നല്ലത്. ഞാനൊരു വാക്ക് പറഞ്ഞാൽ അതിൽ മാറ്റമുണ്ടാകില്ലെന്ന് നിനക്കറിയാലോ, അയാൾ വീണ്ടും മുരണ്ടുകൊണ്ട് പറഞ്ഞു. ആ പറഞ്ഞത് ശ്രീയുടെ നെഞ്ചിൽ തന്നെ കൊണ്ടു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. എന്താ പറഞ്ഞേ? ഞാൻ ചാവുന്നതാണ് നല്ലതെന്നോ? എന്നാ അത് ഇപ്പോൾ തന്നെ ആയേക്കാം. ഞാനങ്ങ് ചത്തു കളഞ്ഞേക്കാം. അങ്ങനെ നിങ്ങൾക്ക് സമാധാനം കിട്ടുമെങ്കിൽ കിട്ടട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ഉമ്മറത്തു നിന്നും അകത്തേക്കോടി. എല്ലാം കണ്ടുകൊണ്ട് നിന്ന വിഷ്ണുവിൻ്റെ നെഞ്ചൊന്ന് പിടച്ചു. അനുവിൻ്റെയും അബിയുടെയും അവസ്ഥയും മറിച്ചല്ല. അവൾ എന്തെങ്കിലും ചെയ്താൽ ചിന്തിച്ചു നിൽക്കാൻ വിഷ്ണുവിന് സമയമുണ്ടായിരുന്നില്ല. അവൻ വേഗം അവിടേക്കോടി. കാറ്റുപോലെ അകത്തേക്കൊരാൾ പോയതും ഉമ്മറത്ത് നിന്ന അവളുടെ അമ്മയും അച്ഛനും ഒന്ന് ഞെട്ടി. പിന്നീടാണ് മനസ്സിലായത് ആ പോയത് വിഷ്ണുവാണെന്ന്. അവരുടെ മുഖം സംശയം കൊണ്ട് ചുളിഞ്ഞു. അപ്പോഴാണ് പുറകിലായി വന്നു നിൽക്കുന്ന അബിയെയും അനുവിനെയും അവർ കാണുന്നത്. മുൻപൊരിക്കൽ കൂട്ടുകാരികളോടൊപ്പം അനു വീട്ടിൽ വന്നതുകൊണ്ട് തന്നെ തെല്ലൊരു നിമിഷത്തിനു ശേഷം അമ്മയ്ക്ക് അവളെ മനസ്സിലായി. മുറിയിലേക്ക് ഓടിക്കയറിയ ശ്രീ വേഗം വാതിൽ വലിച്ചടച്ച് ലോക്ക് ചെയ്തു. പിന്നെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ അമർത്തി തുടച്ചു. നെഞ്ച് വല്ലാതെ നീറി പിടയുന്നുണ്ട്. ഒന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ട്. പക്ഷേ ആർക്ക് വേണ്ടിയാണ് കരയുന്നത്?
സ്വന്തം മകളെ ഇത്ര കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത, അറിഞ്ഞുകൊണ്ട് നരകിക്കാൻ തള്ളിവിടുന്ന ആ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയോ? ഇല്ല, അവർക്ക് വേണ്ടി താനിനി കരയില്ല. അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. പിന്നെ ചുരിദാറിന്റെ ഒരു ഷോളുമെടുത്ത് അവൾ റൂമിലെ മേശ വലിച്ചിട്ട് അതിനു മുകളിൽ കയറി നിന്നു. ശേഷം ഷോളെടുത്ത് ഫാനിൽ കുരുക്കിടുമ്പോഴാണ് അവളുടെ കൈകൾ നിശ്ചലമായത്. അത് അവൾക്ക് ഏറെ പ്രിയപ്പെട്ട ആ ശബ്ദം കേട്ടിട്ടാണ്. ശ്രീ, വാതിൽ തുറക്ക്. കേട്ട ശബ്ദം അവളുടെ വെറും തോന്നലായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. സോറി വിഷ്ണുവേട്ടാ, എന്നോട് പൊറുക്ക്, അവൾ മനസ്സിൽ പറഞ്ഞു. അവളുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞൊഴുകിയിരുന്നു. ശ്രീ, വാതിൽ തുറക്ക് ശ്രീ, ഞാനാ വിളിക്കുന്നേ, ഒന്ന് വാതിൽ തുറന്നു നോക്ക്. എന്നാൽ കേട്ടത് വെറും തോന്നലല്ലെന്ന് മനസ്സിലായത് ആ ശബ്ദം വീണ്ടും കേട്ടപ്പോഴാണ്. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ വാതിലിലേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കി. അവന്റെ ശബ്ദത്തോടൊപ്പം വാതിലിൽ നിർത്താതെ തട്ടുന്നുണ്ട്. അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഹൃദയം വല്ലാതെ പിടയുന്നുണ്ട്. അവൾ മേശപ്പുറത്തു നിന്നും ഇറങ്ങി. പിന്നെ വേഗത്തിൽ ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നതും കണ്ടു രണ്ടു കണ്ണും നിറച്ചു നിൽക്കുന്ന വിഷ്ണുവിനെ. ഒരു നിമിഷം അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഇന്ന് അവനെ അവിടെ ഒട്ടും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും അവളുടെ കണ്ണുകൾ വിടർന്നു. തന്നെ കണ്ടതും വിടർന്നു വന്ന അവളുടെ കുഞ്ഞി കണ്ണുകളിൽ നിന്നും തന്നെ അവന് മനസ്സിലായിരുന്നു താൻ അവൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന്. പക്ഷേ പെട്ടെന്ന് തന്നെ അവളുടെ മുഖം മാറി. അവൾ വേഗം പിന്നോട്ട് നീങ്ങി. അവളുടെ കരഞ്ഞു വീർത്ത കണ്ണുകൾ, പാറിപ്പറന്ന മുടി, അടികൊണ്ട് തിണർത്ത കവിളും പൊട്ടിയ ചുണ്ടും. വിഷ്ണുവിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഏട്ടൻ എന്താ ഇവിടെ? അവൾ പതിയെ ചോദിച്ചു. പക്ഷേ അവന്റെ നോട്ടം അപ്പോൾ ചെന്നു നിന്നത് മുറിയിൽ നടുവിലേക്ക് വലിച്ചിട്ടിരിക്കുന്ന മേശയിലാണ്. അവൻ പിടയ്ക്കുന്ന ഹൃദയത്തോടെ നോക്കിയത് ഫാനിലേക്കാണ്. അവിടെ പകുതി കുരുക്കിട്ട് വെച്ച ഷോൾ കണ്ടതും അവനൊന്ന് അവളെ ദയനീയമായി നോക്കി. അവളൊന്ന് അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പാടെ പരാജയപ്പെട്ടു പോയിരുന്നു. അവൾ കരയാൻ തുടങ്ങാൻ പോവുകയാണെന്ന് തോന്നിയതും വിഷ്ണു കാറ്റുപോലെ വന്ന് അവളെ ഇറുക്കെ പുണർന്നു. അതൊട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ അവളൊന്ന് ഞെട്ടിപ്പോയിരുന്നു. ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ അവളുടെ കണ്ണുകൾ തുറിച്ചു വന്നു. എന്താ ശ്രീ ഈ ചെയ്യാൻ നോക്കിയത്? പറ, എന്താ ചെയ്യാൻ നോക്കിയതെന്ന്. ഇന്നലെ നീയല്ലേ പറഞ്ഞത് ഞാനിങ്ങനെ തനിച്ചു ജീവിക്കുമ്പോൾ നിനക്കങ്ങനെ ചത്തുകളയാൻ പറ്റില്ലെന്ന്? എന്നിട്ട് നിനക്ക് എങ്ങനെ എന്നെ തനിച്ചാക്കി പോകാൻ തോന്നി? എന്താ എന്നോടിതൊന്നും നേരത്തെ പറയാതിരുന്നേ? ഇപ്പോ ഞാനൊന്ന് വരാൻ വൈകിയിരുന്നേൽ. പറഞ്ഞുകൊണ്ട് അവൻ അവളെ ഒന്നുകൂടി ഇറുക്കെ പുണർന്നു. അപ്പോഴും അവൾക്കൊന്നും വിശ്വസിക്കാനാവുന്നില്ലായിരുന്നു. അവളൊരു പ്രതിമ പോലെ അങ്ങനെ തന്നെ നിന്നു. അവൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. പിന്നെ പതിയെ അവളുടെ മുഖം കൈകളിലെടുത്തു. ആ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. എനിക്ക് വേണം ശ്രീ നിന്നെ, എനിക്ക് വേണം. അവൻ അവളെ വീണ്ടും ഇറുക്കെ പുണർന്നു. ശ്രീ കരഞ്ഞു പോയിരുന്നു അപ്പോൾ. ആ കരച്ചിലിനിടയിലും ഇരു കൈകൾ കൊണ്ടും അവൾ അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. സങ്കടം തീരുന്നതുവരെ അവന്റെ നെഞ്ചിൽ കിടന്നവൾ ഉറക്കെ കരഞ്ഞു. അപ്പോഴാണ് വാതിൽക്കൽ വന്നു നിൽക്കുന്ന അനുവിനെയും അബിയെയും അവൾ കാണുന്നത്. അനുവാണ് ഇതിന്റെ പിന്നിലെന്ന് അവൾക്ക് മനസ്സിലായി. നന്ദിയോടെ അനുവിനെ നോക്കിയൊന്ന് അവൾ ചിരിച്ചു. പക്ഷേ കുരുക്കിട്ട ഫാൻ കണ്ടതും അനുവിന് അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി. എന്തു വന്നാലും ചത്തു കളഞ്ഞേക്കല്ലേടി എന്ന് ഇന്നലെ കൂടി പറഞ്ഞതാണ്. എന്താ ഇവിടെ നടക്കുന്നത്? നീ എന്താ ഇവിടെ? ആദ്യത്തെ ആ ഞെട്ടൽ മാറിയതും അവളുടെ അച്ഛൻ അവിടേക്ക് വന്ന് ദേഷ്യത്തോടെ വിഷ്ണുവിനോട് ചോദിച്ചു. അയാൾക്ക് പിറകെ അവളുടെ അമ്മയുമുണ്ട്. ഒരു നിമിഷം വിഷ്ണു ഒന്നും പറയാതെ അയാളെ തന്നെ നോക്കി നിന്നു. പിന്നെ ശ്രീയുടെ തോളിലൂടെ കൈയിട്ടു ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് ഇവളെ ഇഷ്ടാണ്. എനിക്ക് തന്നൂടെ ഇവളെ? വിഷ്ണു പറഞ്ഞു. അതു കേൾക്കെ ശ്രീയുടെ ഹൃദയം പ്രണയം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു തരം തണുപ്പ് ഹൃദയത്തിലേക്ക് അരിച്ചിറങ്ങുന്നത് അവൾ അറിഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞത് കേൾക്കെ അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും മുഖം മാറി. എന്താ പറഞ്ഞേ? നിനക്ക് ഇവളെ ഇഷ്ടമാണെന്നോ? ഇവളെ നിനക്ക് കെട്ടിച്ചു തരണമെന്നോ? സ്വന്തമെന്ന് പറയാൻ നിനക്ക് ആരെങ്കിലും ഉണ്ടോ? ഉള്ളവർക്കോ നിന്നെയാണെങ്കിൽ കണ്ണിന് നേരെ കണ്ടൂടാ. അങ്ങനെ ആർക്കും വേണ്ടാത്ത നിന്നെപ്പോലൊരുത്തന് ഞാൻ എൻ്റെ മകളെ കെട്ടിച്ചു തരാനോ? അതൊരിക്കലും നടക്കില്ല. അതിനു മാത്രം എന്ത് യോഗ്യതയാ നിനക്കുള്ളത്? അവളുടെ അച്ഛൻ ദേഷ്യം കൊണ്ട് നിന്നു വിറച്ചു. അയാൾ പറഞ്ഞ വാക്കുകൾ ചെന്നു തറച്ചത് അവന്റെ ഹൃദയത്തിലാണ്. ശരിയാണ്, ആരുമില്ലാത്തവനാണ് താൻ, ആർക്കും വേണ്ടാത്തവൻ. ആ ചിന്തയിൽ അവനൊന്ന് പിടഞ്ഞു. ശ്രീയെ ചേർത്തു പിടിച്ച അവന്റെ കൈകൾ പതിയെ അയഞ്ഞു. അതറിഞ്ഞെന്ന വണ്ണം ശ്രീ അവനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അവന്റെ കൈകൾ അവളുടെ കൈകളെ ഒന്നുകൂടി മുറുക്കെ പിടിച്ചിരുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എനിക്ക് ആരുമില്ല, ഞാൻ ആരുമില്ലാത്തവനാണ്. പക്ഷേ നിങ്ങളുടെ മകളെ കൂടെ കൂട്ടാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ എന്താണ് യോഗ്യതയെന്ന്. ഈ ആരുമില്ലാത്തവനെ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും വേണ്ടാത്തവനെ വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടക്കുന്നവളാ ഇവള്. ഇവളെന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു യോഗ്യത മാത്രം മതി ഇവളെ എനിക്ക് കൂടെ കൂട്ടാൻ. അച്ഛൻ്റെയും അമ്മയുടെയും വിലയും സ്ഥാനവും എന്തെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാ ഇവളെ എനിക്ക് തന്നൂടെ എന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ലെന്ന്. സ്വന്തം മകളുടെ മനസ്സ് കാണാൻ ശ്രമിക്കാതെ നാട്ടുകാർ പറഞ്ഞു തന്നതും കേട്ട് അവനെപ്പോലൊരുത്തന് കെട്ടിച്ചു കൊടുക്കാൻ നിങ്ങൾ എന്ന് മനസ്സിലുറപ്പിച്ചോ അന്ന് നിങ്ങൾ ഇവളെ കൊന്നു. അതുകൊണ്ട് ഇവളെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ എനിക്ക് നിങ്ങളുടെ സമ്മതം ഇനി ആവശ്യമില്ല. അത്രയും അയാളോട് പറഞ്ഞുകൊണ്ട് വിഷ്ണു ശ്രീക്ക് നേരെ തിരിഞ്ഞു. ചെന്ന് നിന്റെ സർട്ടിഫിക്കറ്റ്സ് മാത്രം എടുത്തു വാ. അവനെ കെട്ടാൻ വയ്യെങ്കിൽ നിന്നോട് മരിക്കാൻ പറഞ്ഞ ഇവരുടെ സാധനങ്ങളൊന്നും ഇനി നിനക്ക് വേണ്ട. ചെല്ല്. അവൻ പറഞ്ഞതും ശ്രീ വേഗം ചെന്ന് ബാഗിലേക്ക് അവളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും മാത്രം എടുത്തു വെച്ചു. അനു വേഗം അവൾക്കരികിലേക്ക് ചെന്നു. മോളെ, നീ എന്താ ഈ ചെയ്യുന്നേ? അഖിലിനെ കെട്ടുന്നില്ലെങ്കിൽ വേണ്ട എന്ന് വെച്ച് ഈ ആരുമില്ലാത്തവന്റെ കൂടെ ഇറങ്ങിപ്പോവല്ലേ. ബാഗുമെടുത്ത് മുറുക്കി പുറത്തേക്ക് വരുന്നവളെ കണ്ട് അവളുടെ അമ്മ അവൾക്കരികിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. അവർ അവസാനം പറഞ്ഞ വാചകം കേട്ട് അവൾക്ക് പുച്ഛം തോന്നി. മാറി നിൽക്ക്. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കുകയും വേണ്ട. എനിക്ക് പോകണം. അവൾ അത്രയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. ശ്രീ, ഒരു മിനിറ്റ്. അബിയാണ് അത് പറഞ്ഞത്. ശേഷം അവൻ അവളുടെ അച്ഛനരികിലേക്ക് നടന്നു. ഇത്രയും നേരം അവരുടെ വർത്തമാനം കേട്ട് ദേഷ്യം സഹിച്ചു പിടിച്ചു നിൽക്കുകയായിരുന്നു അവൻ. നിങ്ങൾ ഇത്ര നേരം പറഞ്ഞല്ലോ ഇവൻ ആരുമില്ല, ആർക്കും വേണ്ടാത്തവനാണ് ഇവനെന്നൊക്കെ. അങ്ങനെ ഒരു വിഷ്ണു ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അതും പറഞ്ഞുകൊണ്ട് അബി ഫോണിൽ അവൻ്റെ അച്ഛനെ വിളിച്ചു. അച്ഛാ, ഞങ്ങളിവിടെ ശ്രീയുടെ വീട്ടിലാണ്. ഇവർ പറയുന്നു വിഷ്ണു ആരുമില്ലാത്ത, ആർക്കും വേണ്ടാത്തവനാണെന്ന്. അങ്ങനെയാണോ അല്ലയോ എന്ന് അച്ഛൻ തന്നെ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. അബി അവൻ്റെ അച്ഛനോട് പറഞ്ഞ ശേഷം ഫോൺ സ്പീക്കറിലിട്ടു. വിഷ്ണു ആരുമില്ലാത്തവനല്ല. അവൻ എനിക്കെൻ്റെ അബിയെപ്പോലെ തന്നെയാണ്. എൻ്റെ മകൻ. സ്വന്തം മകളുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത നിങ്ങളെ അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കത് മനസ്സിലാകുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മകളെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. പിന്നെ പേടിക്കണ്ട. നിങ്ങളുടെ മകൾക്ക് ഒന്നിനും ഒരു കുറവും ഇവിടെ ഉണ്ടാവില്ല. ജന്മം കൊണ്ടല്ലെങ്കിലും വിഷ്ണു എൻ്റെ മകൻ തന്നെയാണ്. ഫോണിലൂടെ കേട്ട അബിയുടെ അച്ഛൻ്റെ വാക്കുകൾ വിഷ്ണുവിനെ തകർത്തു കളഞ്ഞു. സ്നേഹം കൊണ്ട് തന്നെ തോൽപ്പിച്ചവർ. ഈ ജന്മം അവരോടാണ് താൻ കടപ്പെട്ടിരിക്കുന്നതെന്ന് അവന് തോന്നി. അവൻ അബിയെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. എന്നെങ്കിലും മകളെ മനസ്സിലാക്കുകയാണെങ്കിൽ, മകളെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ, നിറഞ്ഞ മനസ്സോടെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് വരാം. അതിനാരും നിങ്ങളെ തടയില്ല. വിഷ്ണു സൗമ്യമായി തന്നെ അവളുടെ അമ്മയോടും അച്ഛനോടും പറഞ്ഞു. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലൊരു വണ്ടി വന്നു നിന്നത്. അതിൽ നിന്നും ഇറങ്ങിയ ആളുകളെ കണ്ട് വിഷ്ണുവിൻ്റെ മുഖം പുച്ഛം കൊണ്ട് നിറഞ്ഞു. അച്ഛനാണ് പോലും അച്ഛൻ. ആ വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്ത വേറൊരു മനുഷ്യൻ. അവൻ അങ്ങനെയാണ് തോന്നിയത്. അവരെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് അഖിലിൻ്റെ നോട്ടം അവിടേക്ക് വന്നത്. വിഷ്ണുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്ന ശ്രീയെ കണ്ട് അവൻ്റെ മുഖം ചുളിഞ്ഞു. അവൻ വേഗത്തിൽ അവിടേക്ക് വന്നു. ഇവളെയും കൊണ്ട് എവിടേക്ക് പോകുന്നു? വിഷ്ണുവിന് മുൻപിൽ കയറി നിന്നുകൊണ്ട് അഖിൽ ചോദിച്ചു. അത് നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ? വിഷ്ണു ഒരു പുച്ഛത്തോടെ തിരിച്ചു ചോദിച്ചു. ഉണ്ട്, ആവശ്യമുണ്ട്. ഞാൻ കെട്ടാൻ പോകുന്നവളാ ഇവള്. അപ്പോൾ അറിയേണ്ട അവകാശം എനിക്കുണ്ട്, അഖിൽ പറഞ്ഞു. അപ്പോഴേക്കും അച്ഛനും ചെറിയമ്മയും അവിടേക്ക് വന്നിരുന്നു. കെട്ടാൻ പോകുന്നല്ലേ ഉള്ളൂ, കെട്ടിയില്ലാലോ? വിഷ്ണു പറയുന്നത് കേട്ട് അഖിലിന് ദേഷ്യം വന്നു. അവൻ്റെ ചുവന്ന കണ്ണുകൾ കണ്ട് പേടിച്ച ശ്രീ വിഷ്ണുവിന് പിറകിലേക്ക് നിന്നു. ഇവിടെ വാടി, നീ ഇപ്പോൾ അങ്ങനെ എവിടെയും പോകുന്നില്ല. അതും പറഞ്ഞുകൊണ്ട് അഖിൽ അവളുടെ കയ്യിൽ പിടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും വിഷ്ണുവിൻ്റെ കരം അഖിലിൻ്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. അതു കണ്ട് അച്ഛനും ചെറിയമ്മയും വിഷ്ണുവിന് നേരെ വന്നതും അവൻ ദേഷ്യത്തോടെ അവർക്ക് നേരെ വിരൽ ചൂണ്ടിയിരുന്നു. ശരിക്കും നിങ്ങൾക്കാണ് 2 തരേണ്ടത്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ബന്ധം നോക്കിയല്ല. അങ്ങനെയൊരു ബന്ധം നമ്മൾ തമ്മിലില്ല. പ്രായത്തിന് മൂത്തതുകൊണ്ട് മാത്രം ഞാനത് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്തേലും പറയാനും പിടിക്കാനും ഉണ്ടെങ്കിൽ ദേ അവിടെ നിൽക്കുന്ന 2 പേരുണ്ടല്ലോ, അവരോടെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. ഉമ്മറത്ത് നിൽക്കുന്ന ശ്രീയുടെ അമ്മയെയും അച്ഛനെയും കാണിച്ചു കൊടുത്തുകൊണ്ട് വിഷ്ണു പറഞ്ഞു. എന്തൊക്കെയാ ഈ നടക്കുന്നത്? നിങ്ങളെന്താ ആളെ പൊട്ടനാക്കുകയാണോ? അഖിലിൻ്റെ അച്ഛൻ ദേഷ്യത്തോടെ അതും ചോദിച്ചുകൊണ്ട് അവർക്കരികിലേക്ക് ചെന്നു. ഞങ്ങളോടൊന്നും ചോദിക്കരുത്. ഞങ്ങൾ പറഞ്ഞിട്ടല്ലാലോ നിങ്ങളുടെ മകൻ രാത്രി അവളുടെ മുറിയിൽ കയറി ഒളിച്ചത്.
അതുകൊണ്ട് മാത്രമാണ് എൻ്റെ മകളെ നിങ്ങളുടെ മകന് കെട്ടിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ കുറച്ചു മുൻപ് എൻ്റെ മകൾ മരിച്ചു. ഇപ്പോൾ എനിക്ക് മകളില്ല. അതുകൊണ്ട് തന്നെ ഈ കല്യാണം നടക്കില്ല. നിങ്ങൾക്ക് പോകാം." അത്രയും പറഞ്ഞുകൊണ്ട് അവർ അകത്തു കയറി വാതിലടച്ചു. ദേഷ്യമോ വാശിയോ മകൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് തള്ളിപ്പറഞ്ഞതുകൊണ്ടോ അയാളുടെ വാക്കുകളിൽ ദേഷ്യം നിറഞ്ഞു നിന്നു. അയാൾ അവസാനം പറഞ്ഞ വാചകം കേട്ട് ശ്രീ കണ്ണീരോടെയൊന്ന് പുഞ്ചിരിച്ചു. ശേഷം വിഷ്ണുവിൻ്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. അവർ നേരെ ചെന്നത് അമലിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ നിന്നും ഭക്ഷണം കഴിച്ച് കുറച്ചുനേരം വിശ്രമിച്ച ശേഷം അന്നു തന്നെ അവരവിടെ നിന്നും ഇറങ്ങി. പോകാൻ നേരം വിഷ്ണുവിനെയും അബിയെയും ഒരു ദിവസം വിരുന്ന് വരാൻ പ്രത്യേകം വിളിക്കാനും മറന്നില്ല അമലിൻ്റെ അമ്മ. തിരിച്ചുള്ള യാത്രയിൽ 4 പേരുടെയും ഉള്ളം ശാന്തമായിരുന്നു. ശ്രീയുടെ ഉള്ളിൽ മാത്രം അമ്മയെയും അച്ഛനെയും കുറിച്ചോർത്ത് വിഷമം തോന്നി. വിഷ്ണുവിന് പിന്നെ ഓർമ്മ വെച്ച നാൾ മുതൽ അനുഭവിക്കുന്നത് ഇതുതന്നെയായതുകൊണ്ട് അവനത് ശീലമായി പോയിരുന്നു. പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ അവർ തറവാട്ടിലെത്തിയിരുന്നു. അവർ വരുന്ന സമയം അവരെ കാത്തുന്ന വണ്ണം ഉമ്മറത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. വിഷ്ണു താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നില്ല അവരാദ്യം കയറിയത്. തറവാട്ടിലേക്ക് ശ്രീയെ കൈപിടിച്ചു കയറ്റിയത് അബിയുടെ അമ്മയാണ്. മുത്തശ്ശി ശ്രീയെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ പതിയെ ചുംബിച്ചു. അബിയുടെയും അനുവിൻ്റെയും കൂടെ വിഷ്ണുവിൻ്റെയും ശ്രീയുടെയും വിവാഹം ഒരുമിച്ച് നടത്തണമെന്നുണ്ടായിരുന്നെങ്കിലും അത്രയും വേണ്ടപ്പെട്ട ചില ബന്ധുക്കൾ പുറം രാജ്യങ്ങളിലായതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു കല്യാണം സാധ്യമായിരുന്നില്ല. എന്നാൽ വിഷ്ണുവിൻ്റെയും ശ്രീയുടെയും വിവാഹം വൈകിപ്പിക്കാനും സാധിക്കില്ല. സ്വന്തമെന്ന് പറഞ്ഞു കൂടെ നിൽക്കാൻ രക്തബന്ധത്തിൽ ആരുമില്ലാതെ തന്നെ അവർ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു. എങ്കിലും കളങ്കമില്ലാതെ അവരെ സ്നേഹിക്കുന്ന വളരെ ചുരുക്കം പേർ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവർക്കൊപ്പമുണ്ടായിരുന്നു. അവളുടെ കഴുത്തിൽ ചെറിയൊരു താലിമാല ചാർത്തി നെറുകിൽ വിഷ്ണു അവൻ്റെ കൈയാൽ സിന്ദൂരം തൊട്ടതോടുകൂടി ശ്രീ വിഷ്ണുവിന് സ്വന്തമായി. ഗസ്റ്റ് ഹൗസിലേക്കാണ് അബിയുടെ അമ്മ വിളക്ക് കൊടുത്ത് ശ്രീയെ അകത്തേക്ക് കയറ്റിയത്. മധുരം കൊടുക്കുന്ന ചടങ്ങുകൾ അടക്കം എല്ലാം ഉണ്ടായിരുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരുടെ നടുവിൽ നിൽക്കുമ്പോൾ ശരിക്കും ഇതാണ് സ്വർഗമെന്ന് വിഷ്ണുവിനും ശ്രീക്കും തോന്നി. അവർ 2 പേരും സ്നേഹത്തോടെ, അതിലേറെ കൊടുത്തു തീർക്കാൻ കഴിയാത്ത കടപ്പാടോടെ അബിയെയും അനുവിനെയും നോക്കി. അവർ ഇരുവരുടെയും മുഖത്ത് നിറഞ്ഞ സന്തോഷമായിരുന്നു. തൻ്റെ പ്രിയ കൂട്ടുകാരിക്ക് അവളുടെ പ്രണയം സ്വന്തമായതിലും ഇനിയെന്നും അവൾ ഇവിടെ തന്നെയുണ്ടാകുമല്ലോ എന്നോർത്തും അനുവിന് വളരെ സന്തോഷം തോന്നി. അന്ന് ഉച്ചയ്ക്ക് എല്ലാവിധ വിഭവങ്ങളോടും കൂടിയ കല്യാണ സദ്യയും ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഏറെ സന്തോഷത്തോടു കൂടിയാണ് അത് കഴിച്ചത്. രാത്രിയിൽ അവനോട് ചേർന്നിരുന്ന് കല്യാണത്തിനെടുത്ത ഫോട്ടോസ് നോക്കുകയായിരുന്നു വിഷ്ണുവും ശ്രീയും. അപ്പോഴാണ് അവൾ അവളുടെ ഫോണിൽ ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്ന അവൻ്റെ ഫോട്ടോസ് അവന് കാണിച്ചു കൊടുത്തത്. അതിൽ നിറയെ അവൻ്റെ ഫോട്ടോസ് ആയിരുന്നു. അവൻ അറിയാതെ എടുത്ത ഒത്തിരി ഫോട്ടോസ് ഉണ്ടായിരുന്നു അതിൽ. അതെല്ലാം കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. ഇങ്ങനെയൊരു കാര്യം അവൻ പ്രതീക്ഷിച്ചതേയല്ലായിരുന്നു. "ഈ ഫോട്ടോയാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം." അതിൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ ആ നിഷ്കളങ്കത നിറഞ്ഞ ഫോട്ടോ കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ ആ ഫോട്ടോയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. പിന്നെ അവളെയും. അവളെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. എന്തോ അവളോട് വല്ലാത്ത സ്നേഹം തോന്നുന്നുണ്ടായിരുന്നു അവനപ്പോൾ. അവൻ അവളുടെ മുഖം കൈകളിലെടുത്തു. പിന്നെ പതിയെ ആ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. ഏറെ സ്നേഹത്തോടെ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എത്ര നേരം അവരങ്ങനെ ഇരുന്നെന്ന് അറിയില്ല. പിന്നീട് അവർ എഴുന്നേൽക്കുന്നത് ദൂരെ നിന്നും കേൾക്കുന്ന ആ രാപ്പാടിയുടെ പാട്ട് കേട്ടിട്ടാണ്. അവർ 2 പേരും ജനാലയ്ക്കരികിൽ വന്നു നിന്നു. "സാരമില്ല, സങ്കടപ്പെടണ്ട. അവർക്ക് നീ തന്നെയല്ലേ ഉള്ളൂ. നിന്നെ മനസ്സിലാക്കുന്നൊരു ദിവസം വരും. അന്നവർ നിന്നെ തേടി വരും, തീർച്ച." അവളുടെ മനസ്സ് മനസ്സിലാക്കിയെന്ന വണ്ണം ദൂരേക്ക് നോക്കി നിൽക്കുന്ന അവളുടെ കാതിലായി അവൻ പതിയെ പറഞ്ഞു. അവൾ അതിനൊന്ന് ചിരിച്ചെന്നു വരുത്തി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു നിന്നു. അപ്പോഴും ദൂരെ നിന്ന് രാപ്പാടി പാടിക്കൊണ്ടേയിരുന്നു. പക്ഷേ അന്ന് ആ പാട്ടിന് എന്നത്തേക്കാളുമേറെ പ്രണയത്തിൻ്റെ സംഗീതമായിരുന്നു.